സോ ഹലോ, എല്ലാവരും നന്നായിട്ടിരിക്കണം എന്ന് വിചാരിക്കണം. അപ്പൊ ലൈറ്റിന്റെ തേർഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ലൈറ്റിന്റെ ഫസ്റ്റ് രണ്ട് പോർഷൻ നമ്മൾ പഠിച്ചു അല്ലെ. ആദ്യത്തതില് നമ്മള് മിററിന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു. പിന്നെ ലൈറ്റിന്റെ സ്പെരിക്കൽ മിറേഴ്സിനെ പറ്റി പഠിച്ചു. സ്പെരിക്കൽ മിറേഴ്സിന്റെ തന്നെ പല ടേംസ് പഠിച്ചല്ലേ. പിന്നെ നമ്മൾ കോൺവെക്സ് മിറർ, കോൺകേവ് മിററിന്റെ ഇമേജ് ഫോർമേഷനും അതുപോലെ തന്നെ രണ്ട് മിറേഴ്സിന്റെ യൂസസിനെയും പറ്റിയിട്ട് രണ്ടാമത്തെ പാർട്ടിൽ പഠിച്ചു. അപ്പൊ ഇന്നത്തെ ലൈറ്റിന്റെ മൂന്നാമത്തെ പാർട്ടില് ഇനി നമ്മൾ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തതിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ച ഒരു പ്രോപ്പർട്ടി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആയിരുന്നു. അപ്പൊ ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ റിഫ്രാക്ഷനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്? നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ അക്വേറിയംസ് ഒക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടെങ്കിലും ഉണ്ടാവും. ഈ അക്വേറിയം വെള്ളം ഒന്നും ഇല്ലാതെ ഒരു അക്വേറിയത്തിന്റെ ആ ഒരു എന്താ പറയാ, ഒരു ക്യൂബോയിഡ് ഷേപ്പിലുള്ള സംഭവം, ഒരു ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ക്യൂബോയിഡ് സംഭവത്തിന്റെ ഉള്ളില് വെള്ളമൊന്നും ഇല്ലാതെ അതിന്റെ താഴെ നമ്മൾ ഒരു കോയിൻ ഇടാന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്നിട്ട് പുറകിലേക്ക് ഇറങ്ങി ഇറങ്ങി നിൽക്കാണ്. പക്ഷെ ആ കോയിൻ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ പുറകിലേക്ക് ഇറങ്ങി നിന്നു നമ്മൾ. എന്നിട്ട് നമ്മൾ ആരോടെങ്കിലും പറയാണ് അതിലേക്ക് വെള്ളം ഒഴിക്കാനായിട്ട്. അപ്പൊ അതിലേക്ക് വെള്ളം ഒഴിച്ച് കുറച്ച് എത്തുമ്പോൾ നിങ്ങൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്നും നിങ്ങൾക്ക് ആ കോയിൻ കാണാൻ പറ്റുന്ന രീതിയിലാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോയിൻ കുറച്ച് അപ്ലിഫ്റ്റ് ചെയ്ത് വന്നിട്ട് നമുക്കത് കാണാൻ പറ്റുന്ന രീതിയിലാവും. അപ്പോൾ വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളൊരു വെള്ളമുള്ള ഒരു ഗ്ലാസ്സിൽ നമ്മളൊരു പെൻസിൽ ഇടുവാണെങ്കിൽ ആ വാട്ടർ എയർ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ വാട്ടറും എയറും തമ്മിൽ ടച്ച് ചെയ്യുന്ന സർഫസിൽ എന്ന് വെച്ചാൽ വെള്ളത്തിന്റെ ടോപ്പ് ലെയറിൽ നമുക്ക് ആ പെൻസിൽ ഇങ്ങനെ വെട്ടിപ്പോയ പോലെ, അതൊന്ന് അവിടെ വെച്ചിട്ട് ബെൻഡ് ആയ പോലെ നമുക്ക് തോന്നും. അപ്പൊ ഇത് രണ്ടും ഇങ്ങനെ കാണുന്നത് ഇത് മാത്രമൊന്നുമല്ല, റിഫ്രാക്ഷൻ ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്, ഡെയിലി ലൈഫ് എക്സാമ്പിൾസ് ഒത്തിരി ഉണ്ട്. അപ്പോ ഈ രണ്ട് മെയിൻ എക്സാമ്പിൾ നമ്മുടെ ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഈ രണ്ട് എക്സാമ്പിൾസും അല്ലെങ്കിൽ ഇതിൽ കൂടുതലുള്ള എക്സാമ്പിൾസിന്റെ ഒക്കെ കാരണം എന്ന് പറയുന്നത് ലൈറ്റിന്റെ റിഫ്രാക്ഷൻ ആണ്. അപ്പൊ എന്താണ് ഈ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്? ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാണ്. എന്താ സംഭവിക്കണേ? ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക്, അതിനൊരു ഇമ്പോർട്ടന്റ് വാക്ക് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒബ്ലിക്വലി ഇൻസിഡന്റ് എന്നും കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? ചെരിഞ്ഞിട്ടാണ് വീഴുന്നത്, പെർപെൻഡിക്കുലർ ആയിട്ടല്ല, 90 ഡിഗ്രിയിലല്ല അത് വീഴുന്നത്, പക്ഷെ ചെരിഞ്ഞിട്ടാണ് വീഴുന്നത്. അപ്പൊ ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ രണ്ടാമത്തെ മീഡിയത്തിൽ വെച്ച് അത് അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാണ്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ റിഫ്രാക്ഷന്റെ കാരണം എന്താണ്? റിഫ്രാക്ഷന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അത് അതിന്റെ സ്പീഡ് ചേഞ്ച് ചെയ്യുന്നതാണ് എന്തിന് കാരണം? റിഫ്രാക്ഷന് കാരണം. ഇപ്പൊ ഇതൊരു ഇന്റർഫേസ് ആണെന്ന് വിചാരിക്കുക. ഇവിടെ എയർ ആണ്, താഴെയുള്ളത് വാട്ടർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ലൈറ്റ് എയറിൽ നിന്നും വാട്ടറിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ വേറെ ഇന്റർഫേസ് ആണല്ലോ, അതെങ്ങനെയാ വീഴുന്നത്? ചെരിഞ്ഞ് വീഴണം. ഒബ്ലിക്കലി അല്ല ഇൻസിഡന്റ് ആവുന്നത്, അപ്പൊ ചെരിഞ്ഞ് വീഴാണ്. അപ്പൊ ഇതാണ് ഒബ്ലിക്കലി ഇൻസിഡന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു പെർപെൻഡിക്കുലർ വരച്ചു, കാരണം ഇത്രയും ആംഗിളിലാണ് അത് വീഴുന്നതെന്ന് കാണിക്കാനായിട്ട്. ചെരിഞ്ഞ് വീഴുമ്പോൾ അതിനെന്താ സംഭവിക്കണത്? അത് ബെൻഡ് ചെയ്യാണ്. അത് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കടന്നു പോവല്ല ചെയ്യുന്നത്, പകരം എന്താവും? അത് ബെൻഡ് ചെയ്തിട്ടാണ് കടന്നു പോകുന്നത്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. അതിന്റെ കാരണം എന്താണ്? ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ചേഞ്ച് ആവും. അതാണ് റിഫ്രാക്ഷന് കാരണം. ഇനി ഒരു റെക്ടാംഗുലർ ഗ്ലാസ് സ്ലാബ് എടുത്താൽ അതിൽ എങ്ങനെയാണ് റിഫ്രാക്ഷൻ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ഒരു ABCD എന്നുള്ള ഈ റെക്ടാംഗുലർ ഏരിയ കാണുന്നുണ്ടല്ലോ, അതാണ് നമ്മളുടെ എന്ത്? ഒരു റെക്ടാംഗുലർ ഗ്ലാസ് സ്ലാബ്. ഓക്കെ, തിക്ക് ആയിട്ടുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് സ്ലാബ് ആണത്. അപ്പൊ ഇവിടെ ഈ ഒരു EF എന്ന് പറയുന്ന പൊസിഷനിൽ രണ്ട് തം പിൻ എന്ന് പറയുമ്പോൾ ഡ്രോയിങ് പിൻ എന്നൊക്കെ നമ്മൾ പറയാം. നിങ്ങൾക്ക് നമ്മൾ സാധാരണ നോട്ടീസ് ബോർഡിലൊക്കെ കുത്തിവെക്കുന്ന പിന്നില്ലേ, അങ്ങനത്തെ രണ്ട് പിന്നുകൾ അവിടെ കുത്തിവെച്ചിട്ടുണ്ട് EF എന്ന് പറഞ്ഞ പൊസിഷനിൽ. അതിന്റെ ഇമേജ് ഞാൻ ഇപ്പുറത്തെ ഈ CD എന്ന് പറയുന്ന സൈഡിൽ കൂടെ നോക്കുകയാണ്, എനിക്ക് ഇവിടെ എവിടെയാ കിട്ടണേന്ന്. എന്നിട്ട് ആ രണ്ട് പോയിന്റുകൾ ഇവിടെ GF എന്ന് പറഞ്ഞ് GH എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തു. അപ്പോൾ ഈ EF ഇനി നമ്മൾ സ്ലാബിന്റെ ഔട്ട്ലൈൻ വരച്ചു കൊടുത്തു. EF എന്ന് പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്തു. ഇപ്പോഴത്തെ അതിന്റെ ഇമേജ് എനിക്ക് കിട്ടുന്ന രീതിയിൽ GH എന്ന് പറഞ്ഞ സ്ഥലത്തും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? എന്നിട്ട് ഞാൻ അതിനെ ഈ സ്ലാബും അതൊക്കെ മാറ്റാണ്. എന്നിട്ട് ഞാൻ EF എന്ന് പറഞ്ഞ പോയിന്റുകൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിനൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരച്ചു. അത് കഴിഞ്ഞിട്ട് ഈ GH എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരച്ചു. പിന്നെ അതിന്റെ ഇടയിലുള്ള ഈ സ്ലാബിന്റെ ഇവിടം വരെയുള്ളത് മാർക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ,
അപ്പൊ ഇതാണ് നമ്മുടെ ലൈറ്റ് ട്രാവൽ ചെയ്ത പാത്ത്. ഏത്? EEFO O'G H എന്ന് പറയുന്ന ആ പാത്തില്ലേ, അതാണ് ലൈറ്റ് ട്രാവൽ ചെയ്തിട്ടുള്ള പാത്ത്. ഈ തൊട്ടടുത്ത് ഡോട്ടഡ് ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഒരു ഡോട്ടഡ് ലൈൻ. ഈ ഡോട്ടഡ് ലൈൻ എന്താ കാണിക്കുന്നത്? ലൈറ്റ് റിഫ്രാക്ട് ചെയ്തില്ലെങ്കിൽ അത് ട്രാവൽ ചെയ്യുമായിരുന്ന പാത്താണത്. ലൈറ്റ് റിഫ്രാക്ട് ചെയ്യാതിരുന്നെങ്കിൽ അതെങ്ങനെ പോകുമായിരുന്നു? സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കടന്നു പോവായിരുന്നു. അത് വന്ന ഡയറക്ഷനിൽ തന്നെ അത് കടന്നു പോവായിരുന്നു. പക്ഷെ അത് ഒറിജിനലി പോയത് എന്ന് വെച്ചാൽ റിഫ്രാക്ഷൻ സംഭവിച്ചു. ഇതെന്ന് പറയുന്നത് എയർ എന്ന് പറഞ്ഞ മീഡിയം, ഇതെന്ന് പറയുന്നത് ഗ്ലാസ് എന്ന് പറഞ്ഞ മീഡിയം ആണ്. അപ്പൊ ചെരിഞ്ഞ് വന്ന് വീഴുമ്പോ ഈ എയർ ഗ്ലാസ് ഇന്റർഫേസ് അത് പറഞ്ഞ ഈ സർഫസില് അത് എന്ത് ചെയ്തു? അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് കടന്നപ്പോ അത് ബെൻഡ് ചെയ്തു. നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് ഒറിജിനലി എക്സ്പെക്റ്റഡ് ആയിട്ട് ഈ പാത്താണ്, പക്ഷെ അത് എങ്ങനെ പോയി? കുറച്ചും കൂടി ഉള്ളിലേക്ക് ബെൻഡ് ചെയ്തിട്ടാണ് അത് കടന്നു പോയത് അല്ലെ. അപ്പൊ ലൈറ്റ് ബെൻഡ് ചെയ്ത് കടന്നുപോയി. തിരിച്ച് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയപ്പോഴോ വീണ്ടും ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്കാണ്. വീണ്ടും രണ്ട് സെപ്പറേറ്റ് മീഡിയം ആണ് അല്ലെ. അതിൽ നിന്നാണ് അത് പുറത്തേക്ക് വന്നത്. അപ്പൊ എന്ത് ചെയ്തു? അത് വീണ്ടും കുറച്ച് ഷിഫ്റ്റ് ചെയ്തിട്ടാ പോയത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ ഇൻസിഡന്റ് റേ എന്ന് പറയുന്നത്. ഈ റേന് എന്ത് പറയും നമ്മള്? ഇതാണ് നമ്മുടെ റിഫ്രാക്റ്റഡ് റേ. ഇനി ഇത് തിരിച്ചു പോകുന്നത് എന്താ? ഇത് തിരിച്ച് എമർജന്റ് റേ ആണ്. ക്ലാസ്സിൽ നിന്ന് പുറത്തു പോകും, അതും റിഫ്രാക്റ്റഡ് ആയിട്ടാണ് പോകുന്നത്. പക്ഷെ അത് മൊത്തത്തിൽ വന്ന ഇൻസിഡന്റ് റേ പുറത്തു പോകുന്നത് കൊണ്ട് അതിനെ നമുക്ക് എമർജന്റ് റേ എന്ന് പറയാം. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ നിങ്ങൾ. ആദ്യം വന്ന നോർമലിനോട് ചേർന്ന് വന്നിട്ടുള്ള ആംഗിളിന് നമ്മൾ ഇൻസിഡന്റ് ആംഗിൾ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് അത് റിഫ്രാക്ട് ചെയ്ത് പോയ ആംഗിളിന് നമ്മൾ റിഫ്രാക്റ്റഡ് ആംഗിൾ എന്ന് പറഞ്ഞു. സെയിം ഇവിടെയും ആ പ്രോസസ്സ് നടക്കുന്നുണ്ട് അല്ലെ. ഈ സർഫസിലേക്ക് വന്ന ഇൻസിഡന്റ് ആയിട്ടുള്ള റേനെ നമ്മൾ ഇൻസിഡന്റ് റേ എന്ന് പറഞ്ഞു. അവിടെ തിരിച്ചിറങ്ങുമ്പോൾ അത് എങ്ങനെയായി? റിഫ്രാക്റ്റഡ് റേ ആയി. ഇനി ആ ആംഗിൾ നോക്ക്. ഇൻസിഡന്റ് ആംഗിൾ, റിഫ്രാക്റ്റഡ് ആംഗിൾ, അഗെയിൻ ഇൻസിഡന്റ് ആംഗിൾ, റിഫ്രാക്റ്റഡ് ആംഗിൾ. ഓക്കെ, ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ, എമർജന്റ് റേ. ഓക്കെ, ഇനി ഈ ഇൻസിഡന്റ് പാർട്ട് നോക്കാം. ഈ ഒരു ഭാഗം. ഓക്കെ, ഈ ഒരു ഭാഗവും അതുപോലെ തന്നെ ഈ ഒരു ഭാഗവും നോക്കിയാല് അവര് രണ്ടും പാരലൽ ആണ്. ഒരു മിനിറ്റ്, ഞാൻ കളർ ഒന്ന് മാറ്റിയാല് കുറച്ചും കൂടെ വിസിബിലിറ്റി കിട്ടും. എന്ന് പറഞ്ഞാല് ഈ ഒരു ഭാഗവും അതുപോലെ തന്നെ താഴെ നമ്മൾ എടുക്കുന്ന ഈ ഒരു ഭാഗവും കൂടി എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഈ റേകൾ രണ്ടും പാരലൽ ആണ്. പക്ഷെ പാരലൽ ആണെങ്കിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടല്ലേ, നേരെയല്ല അല്ലേ. പക്ഷെ ഇതിങ്ങനെ കൂട്ടി യോജിപ്പിച്ചാൽ നമുക്ക് ഇവിടെ ആയിരിക്കും ഒരു വര കിട്ടുന്നുണ്ട്. അങ്ങനെയല്ല പോകുന്നത്, ഇവിടെ ആയിരിക്കും ഒരു വര കിട്ടുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഇതെങ്ങനെയാണ്? കുറച്ച് ഷിഫ്റ്റഡ് ആണ്, പക്ഷെ പാരലൽ ആയിട്ടുള്ള ഒരു റേ ആണ്. നമുക്ക് എമർജന്റ് റേയും ഇൻസിഡന്റ് റേ എന്ന് പറയാൻ പറ്റും ഇവിടെ. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ലൈറ്റ് ബെൻഡ് ചെയ്യും. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പോയപ്പോ ലൈറ്റ് നോർമലിന്റെ, ഇതാണ് നമ്മുടെ നോർമലിന്റെ അടുത്തേക്കാണ് ലൈറ്റ് ബെൻഡ് ചെയ്തത്. എന്താണ്? എയറിൽ നിന്നും ഗ്ലാസ്സിലേക്ക് പോയപ്പോ ലൈറ്റ് ബെൻഡ് ചെയ്തത് എങ്ങോട്ടാണ്? ടുവേർഡ്സ് ദ നോർമൽ ആണ്. ടുവേർഡ്സ് ദ നോർമൽ. ഇവിടെ നിന്ന് ബെൻഡ് ചെയ്തപ്പോ ലൈറ്റ് പോയത് അവേ ഫ്രം ദ നോർമൽ ആണ്. എന്ന് വെച്ചാൽ എയറിൽ നിന്നും ഗ്ലാസ്സിലേക്ക് ബെൻഡ് ചെയ്തപ്പോ, ഇവിടെ എയറിൽ നിന്നും ഗ്ലാസ്സിലേക്ക് ബെൻഡ് ചെയ്തപ്പോ ടുവേർഡ്സ് ദ നോർമൽ ആയിരുന്നെങ്കിൽ ഗ്ലാസ്സിൽ നിന്നും എയറിലേക്ക് ബെൻഡ് ചെയ്തപ്പോ എന്ത് സംഭവിച്ചു? ആ ലൈറ്റ് പോയത് അവേ ഫ്രം ദ നോർമൽ ആണ്. അവേ ഫ്രം ദ നോർമൽ. അതാണ് ഇവിടെ ഇതിൽ അത്രയും മനസ്സിലാക്കാനുള്ളൂ. ഇനി നമ്മൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്തുണ്ട്? ലോസ് ഓഫ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റും ഉണ്ട്. അതെന്താന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് പറയുന്നത് നോക്ക്, ദ ഇൻസിഡന്റ് റേ. ഇതാണ് ഫസ്റ്റ് വൺ. ദ ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ ആൻഡ് നോർമൽ ടു ദ ഇന്റർഫറൻസ് ഓഫ് ടു ട്രാൻസ്പെറന്റ് മീഡിയ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡന്റ്. ഇവിടെ നമുക്ക് കണ്ടാൽ അറിയാം, ഇൻസിഡന്റ് റേ ഇതാണ്, റിഫ്രാക്റ്റഡ് റേ ഇതാണ്. അതുപോലെ തന്നെ ഈ നോർമലും ഉണ്ട്. ഇവിടെ ഒരു നോർമലും ഉണ്ട് അല്ലെ. ഇവിടെ നമുക്കൊരു നോർമലും കാണാം. ഇവരൊക്കെ എന്താണ്? ഇവരൊക്കെ ഒരേ പ്ലെയിനിലാണ് ഉള്ളത്. അപ്പൊ ഇൻസിഡന്റ് റേയും റിഫ്രാക്റ്റഡ് റേയും അതുപോലെ തന്നെ നോർമലും എല്ലാം സെയിം പ്ലെയിനിലാണ് ഉള്ളത്. ഇനി അടുത്തത് എന്താണ്? റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു ദ സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈനും കോസും ഒക്കെ നിങ്ങൾ മാത്സിൽ ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടില്ലെങ്കിൽ പഠിക്കും. അപ്പോ ഇൻസിഡന്റ് ആംഗിളുടെ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? സൈൻ ഐ ആണ് ഇൻസിഡന്റ് ആംഗിൾ. അതിന്റെ സൈൻ എന്ന് പറഞ്ഞാൽ സൈൻ ഐ. റേഷ്യോ ആണ് പറഞ്ഞിട്ടുള്ളത്. എന്തിനോടുള്ള റേഷ്യോ? സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു ദ സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് സൈൻ ആർ ആണ്. ഇവരുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? സൈൻ ഐ ഡിവൈഡഡ് ബൈ സൈൻ ആർ എന്ന് എഴുതും. അപ്പൊ ഇവരുടെ റേഷ്യോ എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞിട്ടുള്ളത്? ഒരു കോൺസ്റ്റന്റ് ആണെന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ റേഷ്യോന് എന്ത് എഴുതാം? ഈ റേഷ്യോ ഒരു
കോൺസ്റ്റന്റ് ആണ്. എന്തിന്? എല്ലാ രണ്ട് മീഡിയം എടുത്താലും അല്ല കോൺസ്റ്റന്റ് ആയിട്ടുള്ളത്. ഒരു പെർട്ടിക്കുലർ ഗിവൺ ലൈറ്റ്, ഒരു ഗിവൺ കളർ ഓഫ് ലൈറ്റ്, ഒരു കളർ ലൈറ്റിന്റെ തന്നെ ഒരു പെർട്ടിക്കുലർ കളർ, അതുപോലെ തന്നെ ഗിവൺ പെയർ ഓഫ് മീഡിയ. അല്ല, വാട്ടർ ആൻഡ് ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ വാട്ടർ ആൻഡ് ഗ്ലാസ്, എയർ ആൻഡ് ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ എയർ ആൻഡ് ഗ്ലാസ്. വാട്ടർ ആൻഡ് ഗ്ലാസിനും എയർ ആൻഡ് ഗ്ലാസിനും ഈ റേഷ്യോ സെയിം ആയിരിക്കില്ല. എയർ ആൻഡ് ഗ്ലാസ് എടുത്താൽ എപ്പോഴും ഈ റേഷ്യോ സെയിം ആയിരിക്കും. ഒരു പെർട്ടിക്കുലർ കളർ ഓഫ് ലൈറ്റും ആണെങ്കിൽ, സെയിം കളർ ഓഫ് ലൈറ്റും ആണ്, സെയിം പെയർ ഓഫ് മീഡിയ ആണെങ്കിൽ ഈ റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് ഈ റൂൾ ഉദ്ദേശിക്കുന്നത്. ഇതിനാണ് നമ്മൾ സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇത് ഏതിനൊക്കെ ട്രൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ടല്ലേ. നമ്മളുടെ ഇൻസിഡന്റ് ആംഗിൾ എന്ന് പറയുന്നത് പൂജ്യത്തിനും അതുപോലെ തന്നെ 90 ഡിഗ്രിക്കും ഇടയിലാണെങ്കിലാണ് എന്ത് ഈ റൂള് ഒബേ ചെയ്യുന്നത്. 0-നും 90 ഡിഗ്രിക്കും ഇടയിലാണെങ്കിൽ നമ്മുടെ ഈ റൂള് ഒബേ ചെയ്യുന്നതാണ് പറയുന്നത്, ഇൻസിഡന്റ് ആംഗിൾ. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് sin i by sin r ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നുള്ളത്. ഈ കോൺസ്റ്റന്റ് വാല്യൂ ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ആ കോൺസ്റ്റന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് നോക്കാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എക്സ്റ്റെന്റ് ഓഫ് ചേഞ്ച് ഇൻ ഡയറക്ഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ എ ഗിവൺ പെയർ ഓഫ് മീഡിയ മേ ബി എക്സ്പ്രസ്. ഇപ്പൊ ഒരു രണ്ട് പെയർ എടുക്കണം, നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ നമുക്ക് എയറും ഗ്ലാസും കൊടുക്കാം. എയറും ഗ്ലാസും ആണ് നമ്മളുടെ രണ്ട് പെയർ എന്ന് വിചാരിക്കാം. അപ്പൊ ഈ എയറിൽ നിന്നും ഗ്ലാസ്സിലേക്ക് ലൈറ്റ് വരുമ്പോ അത് എന്തോരം ബെൻഡ് ചെയ്തു, ആ എക്സ്റ്റെന്റ് ഓഫ് ബെൻഡിങ് അല്ലെങ്കിൽ ആ എക്സ്റ്റെന്റ് ഓഫ് ചേഞ്ച് ഇൻ ഡയറക്ഷൻ, അതിന്റെ ഡയറക്ഷൻ, ലൈറ്റിന്റെ ഡയറക്ഷൻ എത്ര കണ്ട് മാറി എന്നത് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ടേമാണ് എന്നത് നമുക്ക് ആ ഒരു ലൈറ്റിന്റെ ഡയറക്ഷൻ എന്തോരം മാറി എന്നത് നമുക്ക് തരുന്ന ഒരു ടേമാണ് എന്ത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്ന് മനസ്സിലായി. ലൈറ്റിന്റെ ഡയറക്ഷൻ രണ്ട് മീഡിയയിൽ കൂടെ കടന്നു പോകുമ്പോ അതിന് വരുന്ന ചേഞ്ചിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ടേം ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇപ്പൊ രണ്ട് മീഡിയ എടുക്കാണ്, N1 2 രണ്ട് മീഡിയ എടുത്തു നമ്മള്. അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയ 2 ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയ 1. അത് വെലോസിറ്റിയുടെ ടേംസിൽ എഴുതാണെങ്കിൽ V2 ഡിവൈഡഡ് ബൈ V1 ആണ്. എങ്ങനെയാണ്, V2 ഡിവൈഡഡ് ബൈ V1, വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയ 2 ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയ 1, അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയ 2 ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയ 1 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി അടുത്തത് നോക്ക്, ജനറൽ ആയിട്ട് നമ്മൾ ഇതിനെ എഴുതാന്ന് വിചാരിക്കുക. ജനറൽ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരു മീഡിയത്തിന് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്നാണ് ഇത് പറയണത്. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അതെന്താണ്, നമ്മൾ ഒരു മീഡിയത്തിന് എപ്പോഴും വാക്വം അല്ലെങ്കിൽ എയർ ആയിട്ട് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് മീഡിയ ആണ് മാറി മാറി വരുന്നത്. ഒരു മീഡിയ നമ്മൾ എന്തായിട്ട് എടുത്തപ്പോഴും എയർ അല്ലെങ്കിൽ വാക്വം ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിലാണ് അതിന് നമ്മൾ എന്ത് പറയുന്നത്, അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് എടുക്കുന്നത്. അപ്പൊ ഇവിടെ നോക്ക്, അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അനുസരിച്ചിട്ട് അതിന്റെ വാല്യൂ എത്രയാണ്, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയ. സെക്കൻഡ് മീഡിയ എന്ത് വേണേലും ആവും, അത് വാട്ടർ ആവാം, കെറോസിൻ ആവാം, അതല്ലെങ്കിൽ ഇനിയിപ്പോ ഗ്ലാസ് ആവാം, അല്ലെങ്കിൽ എന്ത് വേണേലും ആവാം, ഓയിൽ ആവാം, എന്ത് വേണേലും ആവാം. ഓക്കെ, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള എന്ത് മീഡിയം വേണേലും ആവാം. അപ്പോൾ ഈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയ, ഈ മീഡിയ എന്ന് പറയുന്നത് ഏത് മീഡിയം വേണേലും ആവാം. അതിന് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ കോൺസ്റ്റന്റ് ആണല്ലേ. എന്താണ് ആ വാല്യൂ, C is equal to 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഓർ എയർ നമ്മൾ നോർമലി കൺസിഡർ ചെയ്യുന്നത്. എയറിലാകുമ്പോൾ കുറച്ച് കുറയും, വാക്വത്തിലാണ് ഇത് കൃത്യം, എയറിലാകുമ്പോൾ ഇത്തിരി വ്യത്യാസമൊക്കെ വരും. ഓക്കെ, അപ്പൊ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം C ഡിവൈഡഡ് ബൈ V. എന്ന് പറയുന്നത് എന്താണ്, രണ്ടാമത്തെ മീഡിയത്തിലുള്ള ലൈറ്റിന്റെ സ്പീഡ്. C എന്ന് പറയുന്നത് എന്താണ്, C എന്ന് പറയുന്നത് എയറിലുള്ള ലൈറ്റിന്റെ സ്പീഡ്. അപ്പൊ അതാണ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇനി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു പോർഷൻ നമുക്ക് എന്തിൽ കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. നോർമലി ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. നമ്മൾ 9th പഠിച്ചിട്ടുള്ളതാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്, മാസ് ബൈ വോളിയം ആണ്. ഇവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആണ് കൊടുത്തിട്ടുള്ളത്. മാസും വോളിയവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു ടേമാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതെന്താ, ദ എബിലിറ്റി ഓഫ് എ മീഡിയം ടു റിഫ്രാക്ട് ലൈറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഒരു മീഡിയത്തിന് ലൈറ്റിനെ റിഫ്രാക്ട് ചെയ്യാനുള്ള അതിന്റെ കഴിവിനെയാണ് നമ്മൾ എന്ത് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു മീഡിയത്തിന് ലൈറ്റിനെ റിഫ്രാക്ട് ചെയ്യാനുള്ള അതിന്റെ കഴിവിനെയാണ് എന്ത് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന ടേം കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ രണ്ട് മീഡിയങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്താല്
ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയവും ഉണ്ടാവും കുറഞ്ഞ മീഡിയവും ഉണ്ടാവും അല്ലെ. അതിൽ കൂടിയ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് മീഡിയങ്ങളെ കമ്പയർ ചെയ്താൽ ഇപ്പൊ നമ്മൾ എയറും വാട്ടറും എടുക്കാന്ന് വിചാരിക്കാം. ഇത് രണ്ടും കൺസിഡർ ചെയ്താൽ വാട്ടർ ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയം എന്ന് പറയുന്നത്. അതിലൊരു ടേബിൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകളുടെ വാല്യൂ കൊടുത്തിട്ടുള്ളത്. അതിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് എന്ത്, വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കൂടുതൽ. എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് കുറവാണ്. ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യപ്പെടുത്തുമ്പോൾ. ഓക്കെ, അപ്പോ ലാർജർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ആൾക്കാരാണ് ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം, കുറവുള്ളതാണ് ഒപ്റ്റിക്കലി റെയറർ മീഡിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ഹയർ ഇൻ എ റെയറർ മീഡിയം. ഈ റെയറർ മീഡിയത്തിലാണ് ഇപ്പൊ ഇത് തമ്മിൽ താരതമ്യം ചെയ്താൽ എയറിനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവ്, അപ്പൊ എയർ ആണ് ഒപ്റ്റിക്കലി റെയറർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് എവിടെയായിരിക്കും കൂടുതൽ, സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് എയറിലായിരിക്കും കൂടുതൽ. അപ്പൊ ഒപ്റ്റിക്കലി റെയറർ ആയിട്ടുള്ള മീഡിയത്തിലാണ് സ്പീഡ് ഓഫ് ലൈറ്റ് ഹയർ ആവുന്നത്. ഓക്കെ, ദസ് റേ ഓഫ് ലൈറ്റ് ഇസ് ട്രാവലിംഗ് ഫ്രം എ റെയറർ മീഡിയം ടു എ ഡെൻസർ മീഡിയം സ്ലോസ് ഡൗൺ. ഇപ്പോ നമ്മൾ ഇത് തന്നെ കൺസിഡർ ചെയ്യാണ്, എയറും വാട്ടറും നമ്മൾ കൺസിഡർ ചെയ്തു. എയർ എന്ന് പറയുന്നത് ഒപ്റ്റിക്കലി റെയറർ ആണ്, വാട്ടർ എന്ന് പറയുന്നത് ഒപ്റ്റിക്കലി ഡെൻസർ ആണ്. അപ്പോൾ ഈ എയറിൽ നിന്ന് വാട്ടറിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, വാട്ടറിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത് കുറയും. കാരണം റെയറർ മീഡിയത്തിലാണ് സ്പീഡ് കൂടുതൽ, അപ്പൊ എയറിലായിരിക്കും എന്ത്, സ്പീഡ് കൂടുതൽ. എന്റെ എഴുത്തത്ര തെളിച്ചുള്ളതല്ല, അതുകൊണ്ടാണ് തെളിച്ചുള്ളതെന്ന് വെച്ചാൽ ക്ലിയർ അല്ല, വ്യക്തമല്ല, ഞാൻ തെളിച്ചല്ല എഴുതുന്നത്, സോറി ഫോർ ദാറ്റ്. അപ്പോ എയറിലാണ് സ്പീഡ് എന്ന് പറയുന്നത് എന്ത് കൂടുതലും, വാട്ടറിലാണ് സ്പീഡ് എന്ന് പറയുന്നത് കുറവ്. കാരണം വാട്ടർ ഡെൻസർ മീഡിയം ആണ്, ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ആണ്, എയർ ഒപ്റ്റിക്കലി റെയറർ മീഡിയം ആണ്. അപ്പൊ അതാണ് ഇത്രയും ഭാഗത്തിൽ പറയുന്നത്. ഇനിയിപ്പോ നമുക്ക് നോക്കിയാൽ ഇവിടെ കാണാം എന്താണ്, ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അത് സ്ലോ ഡൗൺ ചെയ്യും, അതുപോലെ തന്നെ നോർമലിന്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യും. ഇനി തിരിച്ച് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക്, ദാറ്റ് മീൻസ് വാട്ടർ ടു എയർ, ഇവിടെ ഞാൻ വാട്ടർ ടു എയർ യൂസ് ചെയ്യുന്നതാണ്. ഏതെങ്കിലും റെയറർ മീഡിയം ഡെൻസർ മീഡിയം കമ്പാരിസൺ നമുക്ക് നടത്താം. ഓക്കെ, വാട്ടർ ടു എയർ ആണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അതിന്റെ സ്പീഡ് കൂടും. അതെന്താണ്, ഒപ്റ്റിക്കലി ഡെൻസർ ടു റെയറർ മീഡിയം ആണ് ട്രാവൽ ചെയ്യുന്നത്. ഡെൻസർ ടു റെയറർ ആണ്, റെയററിൽ സ്പീഡ് കൂടുതലായിരിക്കും, അപ്പൊ സ്പീഡ് കൂടും, അതുപോലെ തന്നെ നോർമലിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്ന് നമ്മൾ പഠിച്ച മെയിൻ കാര്യം എന്ന് പറയുന്നത്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ലോസ് ഓഫ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റും, ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് പ്ലീസ് ടു മാർക്ക് ആസ് കമന്റ്സ്. താങ്ക് യു.